ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. കാരണം നമ്മൾ ഗാർഡനുകൾ നമുക്ക് സ്ഥിരം കാണാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടിലെ ഗാർഡനിൽ നമുക്ക് ഇത് വളർത്താനായിട്ട് സാധിക്കും. വളരെ രസകരമായിട്ടുള്ള ഇലയാണ്. അത് മാത്രമല്ല പലതരത്തിലുള്ള കളർ വേരിയേഷൻ ഉണ്ട് ലീഫിൽ. അതുകൊണ്ടാണ് ഇത് പൊതുവെ ക്രോട്ടൺസ് എന്ന് പറയുന്നത്. അതിന്റെ ഇലയുടെ സൈസിന് വ്യത്യാസമുണ്ട്, ഷേപ്പിന് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ പല വ്യത്യാസം വരുന്നത്? ചെടികളുടെ പൊതുവെ ചെടികൾക്ക് കളർ കൊടുക്കുന്നതിന്റെ പിഗ്മെന്റുകളാണ്. പലതരത്തിലുള്ള പിഗ്മെന്റുകളുണ്ട്. ആന്തോസൈനിൻ എന്ന് പറയുന്നത് പിന്നെ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇലയ്ക്ക് പച്ച നിറം കൊടുക്കുന്നത് അതിലുള്ള ക്ലോറോഫിൽ കണ്ടന്റ് ആണ്. അപ്പോൾ ഇതില് ഒരു മിശ്രിതമായിട്ട് പല പിഗ്മെന്റും പല കോമ്പിനേഷനിലും ഉള്ളത് കൊണ്ടാണ് പലതരത്തിലുള്ള കളർ വേരിയേഷൻ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നല്ലൊരു അലങ്കാര ചെടിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ ഗാർഡനിൽ വളർത്താം. അതുപോലെ തന്നെ വലിയ ഗാർഡനുകളിലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇത് വളരെ രസകരമായിട്ടുള്ള കളർ കോമ്പിനേഷൻ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് പിന്നെ വളർത്തിയെടുക്കാനും എളുപ്പമാണ്. ഇതിന്റെ വെറുതെ ഒരു കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ കവറിലോ അല്ലെങ്കിൽ തറയിലോ തന്നെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് റൂട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരു വലിയ വിഷയമല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് വളർത്താനായിട്ട്. ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഫ്രീ ആയിട്ട് വളരാൻ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും വളർന്നു പോകും. അതുകൊണ്ട് ഇതിനെ പ്രൂൺ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊരു പ്രത്യേക ഷേപ്പിൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമല്ല, ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ബ്രാഞ്ചസ് ധാരാളം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ, ഉദാഹരണത്തിന് ഇത് ഈ താഴെ നിന്നൊക്കെ വരുന്നത്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അധികമായിട്ട് വരുന്ന ശിഖരങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഈ ശിഖരങ്ങൾ ഒഴിവാക്കുന്നതിന് മറ്റൊരു ഗുണവും കൂടെ ഉണ്ട്. സൂര്യപ്രകാശം ഈ തണ്ടുകളിൽ അടിക്കുന്നത് ഇതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം മെനക്കെട്ട് പ്രൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിനോ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഷേപ്പിൽ ഇതിനെ വളർത്തിയെടുക്കാനും സാധിക്കും.